നമ്മൾ ചിലർക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയാലേ ഒരുപക്ഷെ അത് റിലേറ്റീവിൻ്റെ വീടായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ വീടായിരിക്കാം, നെയ്ബറിൻ്റെ വീടായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നങ്ങ് വാചകമടിച്ച് അവർക്ക് നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയാനും പറ്റില്ല. അവരുടെ കാര്യങ്ങളും നടക്കില്ല. നമ്മളങ്ങ് ഒന്നും അറിയാതെ ഓൺ സൈഡ് മാത്രം ചിന്തിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ പഴയ കഥയോ ഇല്ലാത്ത കഥയോ ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലേ അതൊരു മഹാബോറാണ്. കാരണം എന്നറിയാം, കേട്ടോണ്ട് നിൽക്കുന്ന ആളിന് പറയാൻ പറ്റില്ല. ഒന്ന് നിർത്തിയിട്ട് പോകാമോ എന്നവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും. അവർക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അടുക്കളയിൽ പണി കാണും. ഇതൊന്നും ഇല്ലാതെ ചെന്ന് അവരുടെ അങ്ങ് വാചകം അടിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുക. ഇപ്പം റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരാളെ കണ്ടാൽ അതങ്ങ് നിർത്തണ്ടേ, നിർത്താതെ വാചോടിക്കുക. എനിക്കൊക്കെ പണ്ട് ഈ സ്വഭാവം, അതായത് വേറെ ഒന്നുമല്ല, വാചകോടി, ഭയങ്കര വാചകോടിയാണ്, ഒരിക്കലും നിർത്തില്ല. പിന്നീട് അത് മനസ്സിലായി, ഒരുപാട് ഓവറാകാൻ പാടില്ല, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കാതെ അവരുടെ മുഖം കാണുമ്പോൾ തന്നെ പതുക്കെ പിന്നോട്ട് മാറാനുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതൊക്കെ നമുക്ക് തനിയേ ഈ സ്വഭാവമൊക്കെ നമുക്ക് വന്നു ചേരും. ഒരുപക്ഷെ എത്ര മണിക്കൂറെന്നൊന്നും പോലും അറിയില്ല, അങ്ങ് വാചകം അടിച്ചങ്ങ് നമ്മൾ നിന്ന് പോകും. കേൾക്കുന്നവരാദ്യമൊക്കെ നല്ല സ്നേഹത്തോടെയൊക്കെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും, മറുപടിയും പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രസംഗം കണ്ടിട്ടില്ല, ഒത്തിരി പ്രസംഗം അങ്ങോട്ട് നീണ്ടു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൈയടിക്കാൻ തോന്നും. പക്ഷെ അത് പറ്റില്ലല്ലോ സമൂഹത്തിൽ. അപ്പം അതുകൊണ്ട് ഈ വാചകോടി, ഒരുപാട് ഓവറായിട്ടുള്ള ഒരു വാചകമൊക്കെ ഒന്ന് കുറച്ച് അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചിട്ട് ഗുഡ് ബൈ പറയുക.